ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഞങ്ങൾ പെരിന്തൽമണ്ണയിലേക്ക് പോകുന്ന ഒരു ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പൊ ആദ്യമൊന്നും വീഡിയോ എടുക്കണ്ടെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എടുക്കാതിരുന്നത്. പിന്നെ ഇടക്ക് വെച്ചപ്പോൾ തോന്നി വീഡിയോ എടുക്കാന്നുള്ളത്. അങ്ങനെയാണ് ഇത് എടുക്കാൻ തീരുമാനിച്ചത്. അപ്പൊ ഞങ്ങൾ പെട്രോൾ ചാവക്കാട് നിന്നാണ് അടിച്ചത്. ചാവക്കാട് പെട്രോൾ അടിച്ചതിന് ശേഷം ഗൂഗിൾ മാപ്പ് ഇട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഈ ഒരു വഴിയാണ് കാണിച്ചത്. ഇത് പൊന്നാനി വഴിയാണ് ഞങ്ങൾ പോകുന്നത്. എളുപ്പം പക്ഷേ കുന്നംകുളം വഴിയായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. അപ്പൊ ഞങ്ങൾ പൊന്നാനി വഴി തന്നെ പോകാന്ന് തീരുമാനിച്ച്. പക്ഷേ പൊന്നാനി വഴിയാണെങ്കിലും നല്ല റോഡായിരുന്നു കേട്ടോ. അവിടുത്തെ റോഡ് പണിയൊക്കെ ഒരു ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സുഖം ഉണ്ടായിരുന്നു പോകാനായിട്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് കൂടുതൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല വഴി തന്നെ ആയിരുന്നു. അപ്പൊ ഈ ഒരു യാത്ര ഞങ്ങൾക്ക് വീട് പണി നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടാ. ഈ യാത്ര നോമ്പിന്റെ 2 ദിവസം മുന്നായിരുന്നു കേട്ടാ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് നോമ്പ് വന്നപ്പോ പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ കാണിക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് അങ്ങനെ കിടുന്നതാണ്. പിന്നെ നോമ്പ് കഴിഞ്ഞതിന് ശേഷം അപ്ലോഡ് ആക്കാന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് വൈകി പോയിട്ടാ. വീട് പണി കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. പിന്നെ ഉള്ളില് ഇന്റീരിയർ ഡെക്കറേഷന്റെ പണികളുണ്ട്. പിന്നെ കുറച്ച് പണികൾ പുറത്തൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് പണികളൊക്കെയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിംഗ് ആണ്. വീടിന്റെ ഒരു വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാ പണികളൊന്നും ആ സമയത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതങ്ങനെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി കാണണം എന്നുള്ളവർക്കാണെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഒന്ന് കയറി കണ്ടാൽ മതി കേട്ടാ. ഓരോ യാത്രയും നമുക്ക് ഓരോ അനുഭവങ്ങളും സന്തോഷങ്ങളാണല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഈ യാത്രയും ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടാ. ഇത് കൂട്ടിലങ്ങാടി ടോൾ പ്ലാസയാണ് കേട്ടാ. ഇവിടുന്ന് കുറച്ചുകൂടി ദൂരെ പോയാൽ മതി പെരിന്തൽമണ്ണയിലേക്ക്. ഏകദേശം ഞങ്ങളിപ്പോ പെരിന്തൽമണ്ണ എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല വിശപ്പുണ്ട്, കുട്ടികളൊക്കെ നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ എവിടെയെങ്കിലും ഒന്ന് കയറണം, ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റിൽ കയറണം എന്നുള്ള പ്ലാനിലാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ പോകുന്ന വഴിക്കൊക്കെ റെസ്റ്റോറന്റ് ഒക്കെ കുറെ അടവായിരുന്നു കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. പിന്നെ ചിലയിടത്തൊന്നും കയറാൻ നമുക്ക് ഒരു തൃപ്തി വന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും കയറിയില്ല. അപ്പൊ ഇവിടുന്ന് ഞങ്ങൾ ഞായറാഴ്ച മുതൽ നേരം വൈകിട്ട് എണിക്കാനായിട്ട് അപ്പൊ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ടാണ് ഇത്രയും വിശപ്പ്. ഒരു 12 മണിയാകുമ്പോഴത്തേനും ഞങ്ങൾക്ക് നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും നല്ല വിശപ്പായിരുന്നു കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് ഓരോരുത്തരോടും ഇങ്ങനെ നിർത്തി ചോദിക്കുന്നുണ്ട് കേട്ടോ, എവിടെയും നല്ല റെസ്റ്റോറന്റ് ഉള്ളതെന്ന്. അപ്പൊ ചിലവരൊക്കെ പറഞ്ഞത്, പിന്നെ ചിലർക്ക് നമ്മുടെ ഭാഷ മനസ്സിലാവണില്ല, അവരുടെ ഭാഷ നമുക്കും മനസ്സിലാവണില്ല കേട്ടോ. പിന്നെ ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞത് ഇങ്ങനെ നെസ്റ്റോന്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ റെസ്റ്റോറന്റ് ഉണ്ട്, നല്ല റെസ്റ്റോറന്റ് ആണ്, അവിടെ പോയാൽ നിങ്ങൾക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിലാണ് കേട്ടോ ഈ റെസ്റ്റോറന്റ് വരുന്നത്. അതായത് നെസ്റ്റോന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടത്. അത് മാത്രല്ല, മലബാർ ഏരിയയിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ശരിക്കും ഒരു മാളിലേക്ക് കയറുന്ന ഒരു പ്രതീതിയായിരുന്നു കേട്ടാ. ഈ റെസ്റ്റോറന്റ് പേര് ഗ്രീൻ ടേബിൾ എന്നാണ്. വലിയ റെസ്റ്റോറന്റ് ആണ് കേട്ടാ. ഞങ്ങൾ ഇത്ര നേരം അലഞ്ഞതിനുള്ള ഒരു ഹാപ്പിനെസ് ഇവിടുന്ന് കിട്ടിയിട്ടാ. ഇത്ര നേരം ഞങ്ങൾ ഓരോ റെസ്റ്റോറന്റ്, വിശപ്പ് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നല്ല ഫുഡ് കിട്ടാന്നുള്ളത് ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ നടന്നിരുന്നത്. അപ്പൊ അത്രയും നേരം അലഞ്ഞതിനുള്ളത് നല്ലൊരു തൃപ്തിനെ ഇവിടുന്ന് കിട്ടിയിട്ടാ. ശരിക്കും കണ്ടില്ലേ, ഇപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വലിയ റെസ്റ്റോറന്റ് ആണ്. നമ്മൾ മാളിലേക്കൊക്കെ കടക്കുമ്പോഴെങ്ങനെയാ അതുപോലെ ആയിരുന്നു കേട്ടാ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് ഇപ്പൊ ബിരിയാണി, മന്തി, ഫ്രൈഡ് റൈസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചതാ. പക്ഷെ അവര് നമ്മൾ ഇരുന്നപ്പോ തന്നെ പറഞ്ഞു സാധാ ഫുഡ് ഉണ്ട്, പിന്നെ ബിരിയാണി, മന്തി, പിന്നെ അറേബ്യൻ ഡിഷ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ ലഞ്ചിന്റെ ടൈമിലാണ് വന്നേക്കണത്. അപ്പൊ അവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോ ഞങ്ങള് സാധാ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച്. പിന്നെ സാധാ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന തന്നെയല്ലേ, അപ്പൊ പുറത്ത് വന്നാലും നമ്മൾ അതിന്റെ രീതി ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങള് മന്തി പറഞ്ഞ്. പിന്നെ ചെറിയ മോള് മന്തി കഴിക്കില്ല, അപ്പൊ അവൾക്ക് ബിരിയാണിയാണ് കേട്ടാ പറഞ്ഞത്. അങ്ങനെ അവൾക്ക് ബിരിയാണി ഓർഡർ ചെയ്തു കേട്ടാ. അങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അവിടെ. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ, ഈ വീഡിയോയിൽ കാണുമ്പോ തന്നെ ഏകദേശം അറിയായിരിക്കും. പിന്നെ അവിടെ ഉള്ളവർക്കും ചിലപ്പോൾ അറിയായിരിക്കും ആ ഒരു റെസ്റ്റോറന്റിന്റെ മികവ് എന്താന്നുള്ളത്. അപ്പൊ നമ്മുടെ ഈ തൃശ്ശൂര്, എറണാകുളം ഭാഗത്തു നിന്നൊക്കെ പോകുന്നവരുണ്ടാവുമല്ലോ, ഈ മലപ്പുറം ഭാഗത്തൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഈ റെസ്റ്റോറന്റ് ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം നല്ല അടിപൊളി വൈബാണ് കേട്ടോ അവിടെ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്രയും നാളും കയറിയ റെസ്റ്റോറന്റിലേക്കാളും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ കയറിയപ്പോഴ്.
അങ്ങനെ പ്ലേറ്റും ഗ്ലാസ് ഒക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ഫുഡും കൂടി എത്തിയാൽ മതി. പിന്നെ അധികം നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല കേട്ടാ. ഫുഡൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മുമ്പായിട്ട് ഞാൻ അവിടെയുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ പകർത്തുന്നുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ മന്തിയും കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ചില്ലി ചിക്കൻ മോൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ബിരിയാണി, അങ്ങനെ എല്ലാ ഐറ്റംസും കൊടുത്തിട്ടുണ്ട് കേട്ടാ. പിന്നെ സെർവ് ചെയ്യാനായിട്ട് ബോയ്സും ഗേൾസും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും അവിടെ ഉള്ളവരല്ലാന്നാട്ടാ പറഞ്ഞത്, കുറച്ച് പുറത്തുള്ള ആളുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഫുഡ് എത്തിയിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ മക്കൾക്ക് ദേഷ്യം വരുന്നുണ്ട്, അവർക്ക് വിശന്നിട്ടാണല്ലോ ഇരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കണ കാരണം അവർക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. വീഡിയോ ഒക്കെ ഞാൻ പെട്ടെന്ന് എടുത്ത് അവസാനിപ്പിച്ചിട്ടാ ഫുഡിന്റെ. എന്നിട്ട് പിന്നെ കഴിക്കാൻ തുടങ്ങി. അപ്പൊ അടിപൊളിയായിരുന്നു കേട്ടോ. ബിരിയാണി ആയാലും മന്തി ആയാലും അടിപൊളിയായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടാ. പിന്നെ ഒരു കാര്യം, ഇവര് എവിടെ വിശപ്പുണ്ടെന്ന് പറഞ്ഞാലും എവിടെ പോയാലും ഇവര് ഇങ്ങനെ തട്ടിമുട്ടിയിരുന്ന് ചിലപ്പോ കഴിക്കും ചിലപ്പോ കഴിക്കില്ല, അങ്ങനൊക്കെയാണ്. എത്ര വിശപ്പുണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെയാണ് കേട്ടോ. പക്ഷെ ഇവിടുന്ന് അവര് നല്ല ആസ്വദിച്ചിട്ട് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ലെമൺ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലെമൺ ജ്യൂസ് ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ജ്യൂസ് പിന്നെ അതുപോലെ ഐസ്ക്രീം ഒക്കെ വേറെ സെക്ഷനാണ് കേട്ടോ. പിന്നെ ബില്ല് പേ ചെയ്യാൻ നിന്നപ്പോഴാണ് മോള് പറഞ്ഞത് മോൾക്ക് ഒരു ഐസ്ക്രീം വേണമെന്നുള്ളത്. അങ്ങനെ ഐസ്ക്രീം വാങ്ങിക്കാനായിട്ട് വന്നിട്ട് അവിടെ തന്നെയാണ് ഐസ്ക്രീം കഴിക്കാനായിട്ട് ആ ഒരു സെക്ഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ എത്തിയപ്പോ ഒരാൾക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞ്. വീട്ടിൽ നിന്ന് ഒരുപാട് കേക്കൊക്കെ കഴിക്കുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ. ഞാനിവിടെ കേക്കൊക്കെ ഉണ്ടാക്കാറുള്ളതാണ്. അങ്ങനെ ഇത് കണ്ടപ്പോ അവർക്ക് കഴിക്കണം തോന്നിയിട്ട് അപ്പൊ ഒരു കേക്കിന്റെ പീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പീസിന് നല്ല എമൗണ്ട് ആണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞ കുട്ടികളോട്, ഞാൻ ഉണ്ടാക്കി തരുമ്പോൾ നിങ്ങൾക്ക് ഒരു വിലയില്ലല്ലോ, അപ്പൊ ഇതിപ്പോ നിങ്ങൾക്ക് കഴിക്കുമ്പോ അറിയുന്നില്ലേ എത്ര വരുന്നുള്ളത്. അപ്പൊ ഒരു ചോക്ലേറ്റ് കേക്കിന്റെ പീസാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓർഡർ ചെയ്തതിനു ശേഷം അവർ ചോദിച്ചു ഇവിടെ ഇരുന്ന് കഴിക്കാനാണോ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വേണ്ട, പാർസൽ ചെയ്താൽ മതി, ഞങ്ങൾ വണ്ടിയിൽ ഇരുന്ന് കഴിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പാർസലാണ് കേട്ടോ ചെയ്തത്. അപ്പൊ മോൾക്ക് വേണ്ടത് വാനില ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. അതന്നെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന വാനില ഐസ്ക്രീം ഒന്നല്ല കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ നമുക്ക് കാണാത്ത വിധത്തിൽ ഷുഗർ ബോൾസ് ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു സമയം കൊണ്ട് ഞാൻ അവിടെ എല്ലാ ഭാഗങ്ങളും ഒന്ന് കവർ ചെയ്തെടുത്തു. മുകളിലൊക്കെ ഉണ്ട് കേട്ടോ സ്പേസ്. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും നമുക്ക് പാർസൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന സമയത്തിനേക്കാളും തിരക്ക് കൂടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ വണ്ടികളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പെരിന്തൽമണ്ണ യാത്രയിലെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്തത്. ഇനി എന്തിനാണ് ഞങ്ങൾ പെരിന്തൽമണ്ണയിലേക്ക് വന്നതെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നവരുണ്ടെങ്കിൽ യാത്രയിൽ സ്വാഭാവികമായിട്ടും നമുക്ക് വിശപ്പുണ്ടാവും. അങ്ങനെയെങ്കിൽ ഈ റെസ്റ്റോറന്റ് സെലക്ട് ചെയ്താൽ മതി. എന്റെ ഒരു അനുഭവത്തിലൂടെ ഏട്ടാ പറയണത്, ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടാ. അപ്പൊ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്